ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹാൻഡ് എംബ്രോയ്ഡറി കേട്ടോ ചെയ്യുന്നത്. വളരെ ഈസിയാണ് ഇത് ചെയ്യാനൊക്കെ ആയിട്ടേ. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യണം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റൊക്കെ ഇടണം കേട്ടോ, അത് നമുക്ക് ഭയങ്കര സന്തോഷം. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു എംബ്രോയ്ഡറിയാണ്. ഇതൊരു 5-6 വർഷമായൊരു ചുരിദാറാണ് ഇത്. അന്ന് ചെയ്ത വർക്കാണ് ഇത്. അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ പകുതി വരെ ഞാൻ ചെയ്തുള്ളേ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ഇച്ചിരി കൂടെ ചെയ്തേക്കാമെന്ന്. ഞാൻ വളരെ സിമ്പിളായിട്ട് ചെറുതായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ കാണിക്കുന്ന ഇച്ചിരി വലുതായിട്ടാണ് കേട്ടോ. ചെറുതായിട്ട് ചെയ്യുന്ന ഭംഗി. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാവേ. അത് ചെയ്യാനായിട്ട് കഴിയുന്ന പോലെ ഒരു ഫുള്ള് നമ്മളത് ഊരിയെടുക്കുമല്ല, ഫുള്ളായിട്ടുള്ള നൂല് തന്നെ എടുക്കുന്നത്. ആവശ്യത്തിനുള്ളത് മുറിച്ചെടുത്തേച്ച് നമ്മൾ അന്ന് ഫ്ലവർ ചെയ്ത് ഓർക്കുന്നുണ്ടോ, അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു ഇച്ചിരി ഭാഗങ്ങളിങ്ങനെ കുത്തി കണക്ട് ചെയ്തെടുത്തേച്ച് അത് അതിൻ്റെ ചുവട് കാണുമ്പോഴേ മനസ്സിലാവും നിങ്ങൾക്ക്. അതുപോലെ തന്നെ അന്ന് നമ്മൾ ചെയ്തില്ല, അന്ന് നമ്മൾ വട്ടത്തിലുള്ള പൂക്കളൊക്കെയാണ് ചെയ്തത്. പിന്നെ ഇത്രയും ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എംബ്രോയ്ഡറി ഇനി അതിൻ്റെ തൊട്ട് പുറകെ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, അങ്ങനെ തന്നെ ചെയ്തേച്ചാൽ ഇത് കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതിയേ. ഇത്രയും ദിവസം ഉണ്ടല്ലോ, നമ്മൾ ഒരു ഫ്ലവർ ചെയ്തു, അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ ചെയ്തു, അത് ഊരി അടുത്തത് ചെയ്തു, അങ്ങനെ അതിനെ മുറിച്ച് കളഞ്ഞേച്ച് ആ ഭാഗം കളഞ്ഞ് വെച്ച് പിന്നെ അടുത്ത നൂലെടുത്ത് അടുത്തത് ചെയ്തു, അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാവേ. ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 പ്രാവശ്യമൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരത്തുള്ളൂ. പിന്നെ ഫുള്ള് അതേ മെതേഡാണ് നമ്മൾ ഫുള്ള് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പോലെയോ വളച്ചോ ഷോൾഡറേലോ എവിടെ വേണമെങ്കിലും നമുക്കിത് ചെയ്ത് വയ്ക്കാം. ഈസിയാണ് കേട്ടോ വളരെ. അതിന് പല രീതി ചെയ്യാവേ. അത് ഞാൻ ഇതിൻ്റെ അത് കാണിക്കുന്നുണ്ട് 1-2 രീതിയൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്താൽ നല്ലതാ, ഇങ്ങനെ ചെയ്താൽ നല്ലതാണെന്ന് പറയുന്ന പോലെ അല്ലല്ലോ. അപ്പം ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഇച്ചിരി ഇങ്ങനെ കുത്തിയെടുത്ത് അതിനെ ആ സൂചിയിലോട്ട് തന്നെ ഇടതുവശത്തു നിന്ന് ആ സൂചിയിലോട്ട് തന്നെ കോർത്ത്, പിന്നെ ഇത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മനസ്സിലൊരു വാസനയുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പോൾ ആദ്യത്തെ 2 പെറ്റൽ ചെയ്യുന്നത് ഇച്ചിരി വലുപ്പവും ബാക്കി ഇച്ചിരി ചെറുതും, അപ്പുറം ഇപ്പുറം ഇച്ചിരി ചെറുതൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ട്. അത് ഒരു പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ഭംഗിയൊക്കെ ചെയ്യുവേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി സ്പേസ് കിടക്കുന്നുണ്ട് ആദ്യം വരച്ച് ആ പെറ്റലിന്, അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട. അത് ബാക്കി ചെയ്യുമ്പം ശരിയാവും. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ട ജോലിയെ. ഇനിയാണ് നമ്മൾ ഇത്രയും ദിവസം ചെയ്യാത്തത്. അതിൽ നിന്ന് കുറേ സ്പേസ് വിട്ടേച്ച് താഴെ അടിയിൽ നിന്ന് കുത്തിക്കൊണ്ടിരണം. ഇനി നമ്മൾ സൂചി കുത്തുന്നില്ല ഇനി ആ ഭാഗത്ത്. അതിൻ്റെ ബാക്കിൽ നിന്ന് ഇതിനെ കവർ ചെയ്ത് കൊണ്ടുവരിക, അതിൻ്റെ അകത്തൂടെ കയറ്റി കവർ ചെയ്ത് കൊണ്ടുവരിക. സൂചിയുടെ ബാക്കി കൊണ്ട് ആ ഹോളുള്ള ഭാഗത്തു നിന്ന് സൂചി കുത്തിയിട്ടില്ല, കുത്തി അത് തെറ്റിപ്പോവേ. അതിനെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കയറും. പിന്നെ അതേ ഹോളിലോട്ടത് താഴ്ത്തി കൊടുക്കണം. ഈ മെതേഡാണ് നമ്മൾ മൊത്തവും ചെയ്യുന്നത്. ഈ 1-2 പ്രാവശ്യം ചെയ്യുന്ന കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഈ ഷോൾഡറിലൊക്കെ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ്. അതിനെന്ന് പറഞ്ഞാൽ ഇത് എന്നാന്ന് പറഞ്ഞാൽ ഇത് ഇളകി പോകത്തില്ല ഒരു കാരണവശാലും. ഞാൻ ആദ്യമേ കാണിച്ചില്ല ചുരിദാർ, അത് എത്ര വശമായി ദൂരം ഇട്ടാന്നറിയാമോ. ഇനി അടുത്തത് ചെയ്യുമ്പോഴും ഇതിൽ നിന്ന് സ്പേസ് കൊടുക്കണം. മറ്റേ സ്പേസ് നമുക്ക് അതൊരു ഫ്ലവറിൻ്റെ ആ ഒരു ഭാഗമായിട്ടെന്നുള്ള രീതി ചെയ്തേക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്ത ആ ചെറിയ ഫ്ലവറിൻ്റെ ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒരു സ്പേസ് ഇട്ട്, നമുക്കറിയാമല്ലോ ഏകദേശം ഒരു അകലം വരേണ്ട സ്ഥലമൊക്കെ നമുക്കറിയാം. നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടി ആദ്യം ഒരു പ്രാവശ്യമൊക്കെ തെറ്റിപ്പോയി. ഒന്നും അറിയാൻ മേലാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അറിയാവുന്നവർ പറയും ഞങ്ങൾക്ക് ഉണ്ട് ഇതെന്നാ ഈ പൊട്ടം ആരോട് പറയുന്ന പോലെയാണോ പറയുന്നതെന്നൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരൊക്കെ കാണുമായിരിക്കും. എന്നാലും ചിലവർക്കെങ്കിലും അറിയാൻ മേലാത്തതുണ്ടെങ്കിലോ എന്നൊക്കെ ഓർത്താട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. എന്ന് വെച്ചാൽ ഒത്തിരി ആഗ്രഹമുള്ളവരൊക്കെ കാണും ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ. നമ്മളിപ്പോൾ ഇത് ശ്രദ്ധിച്ചോണം കേട്ടോ, ഇങ്ങനെ വയ്ക്കുന്ന കാര്യമേ. നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ എനിക്ക് ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെയായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ കാണുകയല്ലേ. നിസ്സാരം 5-15 രൂപയൊക്കെ ഉള്ളൂ. എന്നാലും എനിക്ക് ഒരു ആൾ മെസ്സേജ് ഇട്ടു, പിന്നെ അവരുടെ നാട്ടിൽ 2 രൂപയുള്ളെന്നും പറഞ്ഞു. അപ്പോൾ എന്ത് എളുപ്പമായിരിക്കും എന്നറിയാമോ. ഒരു സൂചി ഇതുണ്ടെങ്കിൽ ഒരു നൂലും ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിനെ നമുക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്തെടുക്കാം. അത് നമുക്കൊരു സന്തോഷമാണ് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇടുമ്പോഴല്ലേ. ഞാനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വീട്ടിൽ ചെല്ലുമ്പോൾ മമ്മിയോട് പറയാമായിരുന്നു ഞാൻ തന്നെ ചെയ്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. നമുക്കൊക്കെ വലിയ കാര്യമാണ്. നല്ല ഭംഗിക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴേ പിന്നെ ഈ ബീഡ്സ് ചെയ്യാം. ഇപ്പോൾ ഈ ചെയ്ത വർക്കില്ലേ ഇതിൻ്റെ അകത്ത് തന്നെ ഈ ബീഡ്സ് ചെയ്ത് വെക്കാവേ. ഇപ്പോൾ ഇത് തന്നെ ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു ഭംഗിയൊന്നും തോന്നത്തില്ല. ബീഡ്സിന് തന്നെ പല വലിപ്പമുള്ളതുകൊണ്ട് ഇതുപോലെ തന്നെ ചെയ്യുക. ഇപ്പം നമ്മൾ ചെയ്തല്ലോ ഇതേ മെതേഡ്. ഇപ്പം അങ്ങനെ ചെയ്ത് ബീഡ്സ് ഇട്ട് കൊടുത്താൽ നല്ലതാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഒരാളേലും കൺഫ്യൂഷൻ ഓർക്കും, എവിടെ ആയിരിക്കും ബീഡ്സ് ഇടുന്നതെന്ന് ഓർക്കും. അതുകൊണ്ടാണ് ഞാനൊന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ അത് ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്ത് ഉണ്ടല്ലോ ഇപ്പോൾ ചെയ്യുന്നത് നല്ല കോട്ടൻ്റെ നൂലാണ്. അതുകൊണ്ട് അത് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. ഇതിന് 15 രൂപയും കണ്ടാ ഈ കോട്ടൻ്റെ നല്ല നൂലായത്. മറ്റേ നൂലിന്
ഒരു അത് കാണുമ്പോൾ മനസ്സിലാവില്ല നിങ്ങൾക്ക്. പിന്നെ ഏകദേശം നല്ല ഡിഫറൻസ് കൊടുക്കുന്നു. ഈ മുത്തിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇച്ചിരി ഒരു അകലം കൊടുത്തേക്കണം. അതിന് അടിയിൽ നിന്ന് കുത്തി എടുക്കുന്ന നമ്മൾ ആ ചുറ്റി എടുക്കാൻ വേണ്ടി എടുക്കുന്ന ആ നൂലുണ്ടല്ലോ, നമ്മൾ ചുറ്റി എടുക്കാൻ വേണ്ടിയിട്ടായി കുത്തുന്ന ഓർത്തോണം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു ബീഡ്സ് ഒരു മുത്ത് കയറ്റി വെച്ചു ഞാൻ. അത് വിൻചേട്ടൻ മേടിച്ചോണ്ട് അതിന് ഇച്ചിരി വലിപ്പം കൂടുതലാണേ. എന്നിട്ട് അത് അതിൻ്റെ സൂചിയുടെ ബാക്കി കൊണ്ട് അതിലേക്കൂടെ ചുറ്റി ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ബീഡ്സിൻ്റെ അതേ ഹോളിൽ കൂടെ തന്നെ നമ്മൾ ഇതിനെ കയറ്റിക്കൊണ്ട് താഴത്തോട്ട് തന്നെ ഇറക്കി കൊണ്ടുപോയി. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം അതേ കാണുന്നവരുണ്ടെങ്കിൽ. അതിൻ്റെ അകത്തു നിന്ന് കണ്ടോ, അതല്ലെന്നുണ്ടെങ്കിൽ അത് ഒരു സ്ഥലത്തല്ലേ കിടക്കത്തുള്ളൂ. നമ്മളത് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ അത് വൃത്തികേടല്ലേ. അപ്പം നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഓരോ പറ്റുന്നുണ്ട്. എനിക്ക് ഓരോ ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പ്രത്യേകമായിട്ട് കണ്ടോ, അതുകൊണ്ട് ഇങ്ങനെ പറയുന്ന കേട്ടോ. ഇപ്പോൾ ഈ ഇനിയുള്ള ചുറ്റ് ഫ്ലവറിനുള്ള ചുറ്റ്, ആദ്യം ഫ്ലവറിനുള്ളത് നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞേച്ച് മറ്റേ ആ ബീഡ്സ് ചുറ്റാനുള്ള തണ്ടായിട്ടുള്ളത് ചെയ്തു. തണ്ടെന്നുള്ള സങ്കല്പമായി ഈ പൂവിൻ്റെയൊക്കെ ചുവട്ടിലൊരു ഈ ബന്ദിപ്പൂവൊക്കെ കാണാൻ മേലെ, അതിൻ്റെയൊക്കെ ചുവട്ടിലൊക്കെ കാണാൻ മേലെ ഈ റോസാപ്പൂവിൻ്റെയൊക്കെ ചുവട്ടിലൊരു എന്നാ പറയുക, അതിൻ്റെ ബൾബ് പോലെ ഒരു അതുപോലെ. അപ്പോൾ അതാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. പിന്നെ അവിടെ ഓരോ ബീഡ്സ് കൊടുത്ത്, ഈ ബീഡ്സ് ചെയ്യുന്നതിൻ്റെ കുഴപ്പം എന്നാണെന്നറിയാമോ, നമുക്ക് കാണുമ്പോൾ ഭംഗിയുണ്ടെങ്കിലും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ആ ബൾബ് പോലെയുള്ള ഭാഗമാണ്, ആ ഭാഗം ഈ മുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുവേ. അന്നേരം അത് ചിലപ്പോൾ ഇങ്ങനെ മനസ്സിലായല്ലോ, ഇങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ മുത്ത് കയറി ഇറങ്ങുകയും ചെയ്യും. ആ സ്പേസിനൊരു ഭംഗിയില്ലാണ്ട് വരും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ നമ്മൾ ചെയ്ത് വെച്ചാൽ എന്നാ ചെയ്യുന്നതെന്നറിയോ, വേറെ സൂചി നൂലും എടുത്ത് വേറെ ഇതേ തണ്ടിൻ്റെ ഈ സ്പേസേ കൂടെ തന്നെ വേറെ ചെയ്താൽ മതി. അത് എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടില്ല, നമുക്ക് ഊരി കളയാമല്ലോ. ഇത് ഊരിയും കളയാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെ ചെയ്താൽ നല്ല, നമുക്ക് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ നമുക്ക് ഇന്നത് എനിക്ക് ഈ കളർ ഈ മുത്തിൻ്റെ കളറൊന്നും പോകത്തില്ല എന്നൊക്കെ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ചെയ്താൽ മതിയേ. ഇനി ശ്രദ്ധിക്കണം, ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല. ഇനി ഇപ്പം നമ്മൾ അതിൻ്റെ തണ്ട് ചെയ്തല്ലോ, തണ്ടെന്ന് സങ്കല്പിക്കുന്ന ഭാഗം ചെയ്തു. ഇനി നമ്മൾ ഇത് ചെയ്തിട്ട് അടുത്ത പെറ്റൽ ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ അതിൻ്റെ ആ സൂചി അതിൻ്റെ ബാക്കി കുത്തുന്നുണ്ടല്ലോ, സൈഡിൽ കുത്തരുതേ. നമ്മൾ ആ ചെയ്ത പെറ്റലിൻ്റെ നടുക്കോട്ട് കുത്തണം. അത് അതിൻ്റെ ഭംഗി. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ബട്ടർഫ്ലൈയുടെ കാര്യം പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് തോന്നും നമുക്ക്. ഇതാകുമ്പോൾ നല്ല കണ്ടോ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഞാൻ തന്നെ പറഞ്ഞിട്ട് ഓർക്കുക, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടക്കേട് തോന്നുമാവുമെന്ന്. എന്നാലും ഞാനങ്ങ് പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലേന്ന് പിന്നെ എനിക്കൊരു കൺഫ്യൂഷൻ തോന്നരുതല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് പറയുന്നതാണേ. ഒത്തിരി പ്രാവശ്യം പറയുന്നതെന്ന് വിചാരിക്കില്ലേ. ഇനി കണ്ടോ, ആ നൂല് കണ്ടോ, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ആ സ്പേസ് നമുക്ക് നഷ്ടപ്പെടും, ആ ഭംഗി കുറഞ്ഞു പോകും. നമ്മൾ അലക്കവും ഒക്കെ ചെയ്യുമ്പോൾ കയറി ഇറങ്ങുകയും ചെയ്യുമല്ലോ. ഇനി ഇതുപോലെ ചെറിയ ചെറിയ മുത്തുകളൊക്കെ മേടിക്കാൻ കിട്ടും. പാക്കറ്റിനായിട്ട് നിസ്സാര വിലയുള്ളൂ, ഇഷ്ടമാതിരി കിട്ടും. വേണേൽ 3-4 മാലയൊക്കെ ഉണ്ടാക്കാനുള്ള അത്രയും കിട്ടുമേ. അത് ഇതുപോലെ തന്നെ സൂചി വേറെ അതേ നൂല് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. 2 എണ്ണം എടുത്തോണം നൂല്, അല്ലെങ്കിൽ ചെറിയ ബാക്കിയുള്ള ഇതുള്ള സൂചി എടുക്കണം, കുഞ്ഞ് സൂചിയെ, അല്ലെങ്കിൽ ഈ മുത്ത് കയർത്തുകൊള്ളും. എന്നിട്ട് ആ മുത്ത് നമ്മളങ്ങ് കോർത്തല്ലോ, എന്നിട്ട് ആ സൂചി തിരിച്ച് കയറ്റിയിട്ട് ഒന്നുകൂടി ആ മുത്തിൻ്റെ അകത്തൂടെ കയറ്റി ഒന്ന് ടൈറ്റ് ആക്കിയേക്കണം, ഇല്ലെങ്കിൽ അത് ഇളകുവേ. കണ്ടോ എന്നാ ഭംഗിയായിട്ടാണ് ഇരിക്കുന്നതെന്ന് നോക്കിയാൽ അത് വർക്ക് ചെയ്ത് വെക്കുന്നത്. ഞാൻ ചെയ്ത വർക്ക് ഇതിൻ്റെ ബീഡ്സ് ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം അതൊക്കെ ചെയ്ത് വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെടായിട്ട് ഞാനത് പറിച്ച് കളഞ്ഞേ. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെങ്കിൽ നമുക്കത് ഊരി കളയാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ആ നൂലങ്ങ് പൊട്ടിച്ചിട്ട് അങ്ങ് ഊരി കളഞ്ഞാൽ മതി. പക്ഷേ ആദ്യമേ ഇരുന്ന് പാട് വരും. ഞാനതൊന്ന് പറഞ്ഞായിരുന്നു. പിന്നെയും പറയുന്നൊന്നും വിചാരിക്കല്ലേ. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും ഒരേ കാര്യം ഓരോ പ്രാവശ്യം പറയണ്ടെന്നും ഒക്കെ പറയണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് അറിയിച്ചേക്കണേ. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടം വരെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതും ഞാൻ ആദ്യം പറഞ്ഞതാണ്. അതിൻ്റെ തുമ്പ് അത്ര തിക്കായിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇരുന്നപ്പം ബാക്കി അങ്ങോട്ട് ചെയ്തതാണേ. കണ്ടോ, സ്ലിറ്റിൻ്റെ അവിടെ നിന്നാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഷോൾഡർ ചെയ്യാം, ഇതേ വർക്ക് ഷോൾഡർ ചെയ്യാം, കഴുത്തിന് ചുറ്റും ചെയ്യാം. അത് എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ജോലിഭാരമൊക്കെ ഒരുപാട് കുറവുണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം ചെയ്തു കെട്ടിയിട്ടു അടുത്തത് വലിച്ചു, ഇതിപ്പം നൂല് തീരുന്ന കണക്കെ. അപ്പം നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും ഒക്കെ എന്നെ ഒന്ന് അറിയിച്ചേക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബായ്.